الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا كونوا قوامين بالقسط شهداء لله ولو على أنفسكم أو الوالدين والأقربين إن يكن غنيا أو فقيرا فالله أولى بهما فلا تتبعوا الهوى أن تعدلوا وإن تلووا أو تعرضوا فإن الله كان بما تعملون خبيرا صدق الله العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമേ വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. അർഹമർ റഹീമീനായ നാഥൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സൃഷ്ടികർത്താവായ തമ്പുരാൻ പ്രപഞ്ചത്തെ സംവിധാനിച്ചത് നീതിയുടെ അസ്ഥിവാരത്തിലാണ്. വസ്സമാഅ റഫഅഹ വവളഅൽ മീസാൻ. പക്ഷേ ലോകം ഇന്ന് അനീതിപൂർണമാണ്, അസന്തുലിതമാണ്. ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും അമ്പരപ്പിക്കുന്ന പുരോഗതിയിൽ ലോകം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായും അത് ശരിയുമാണ്. പക്ഷെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ ചിത്രം അസാധാരണമായ രോഗം ബാധിച്ച ഒരു ശിശുവിന്റെ ചിത്രം പോലെയാണ്. രോഗബാധിതനായ ആ കുട്ടിയുടെ ചിത്രം സഹതാപാർഹമാണ്. ചില അവയവങ്ങൾ നീണ്ടും വീർത്തും വരുമ്പോൾ മറ്റ് ചില അവയവങ്ങൾ നേർത്ത് ശോഷിച്ചു വരുന്ന, വളരെ കാഴ്ചയിൽ തന്നെ അനുതാപമർഹിക്കുന്ന ഒരു രോഗം. രോഗഗ്രസ്തനായ കുട്ടിയെപ്പോലെ വികസിതമായ ലോകം. വയറ് വല്ലാതെ വീർത്തിട്ടുണ്ട്, തല വലുതായിട്ടുണ്ട്, പക്ഷെ ശരീരത്തിന്റെ മറ്റു പല ഭാഗങ്ങളും വളരെ നേർത്ത് ശോഷിച്ച്. ഈയൊരു ചിത്രമാണ് വികസിതമായ ലോകം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. എല്ലായിടത്തും ഒരുപോലെയല്ല വികസനം. വികസനത്തിന്റെ ഗുണഭോക്താക്കൾ വളരെ ചെറിയ ഒരു വിഭാഗമാണ്.
ലോകത്തെ മഹാഭൂരിപക്ഷവും പലപ്പോഴും ആ വികസനത്തിന്റെ ഇരകളാണ്. വിശദീകരിക്കുന്നില്ല, പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഉടമസ്ഥനായ തമ്പുരാൻ പ്രപഞ്ചത്തെ സംവിധാനിച്ചത് നീതിയിലാണെങ്കിലും ലോകം ഇന്ന് അനീതിപൂർണമാണ്, അസന്തുലിതമാണ്. രാഷ്ട്രീയ ചൂഷണങ്ങൾ, സാമ്പത്തിക ചൂഷണങ്ങൾ, ആത്മീയ ചൂഷണങ്ങൾ, ലൈംഗിക ചൂഷണങ്ങൾ. ഞാൻ പരത്തി പറയേണ്ടതില്ലല്ലോ, ഇന്നത്തെ പത്രം വായിച്ചവരാണ് നിങ്ങളൊക്കെ. തൊഴിലിടങ്ങളിൽ നമ്മുടെ സ്ത്രീ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലൈംഗിക ചൂഷണങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഭരണകൂടം വളരെ ഗൗരവത്തിൽ ചിന്തിക്കുകയും വരാൻ പോകുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ അത് സംബന്ധിച്ചൊരു ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നു. കാരണം മാന്യമായി തൊഴിലെടുക്കാൻ സ്ത്രീകൾക്ക് കഴിയുന്നില്ല. തൊഴിലുടമകളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ ലൈംഗികമായ ചൂഷണത്തിന് അവർ വിധേയരാകുന്നു എന്നാണ് പറയുന്നത്. ചൂഷണങ്ങളിൽ ഏറ്റവും വലുത് രാഷ്ട്രീയ ചൂഷണമാണ്. ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ, ഭരണകൂടങ്ങളാണ് അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ വലിയ രാഷ്ട്രശക്തികൾ കൊച്ചു കൊച്ചു രാജ്യങ്ങളെ വിഴുങ്ങുകയും ആയുധബലമില്ലാത്തവരെ ആയുധം കൊണ്ട് കീഴടക്കുകയും അവരുടെ മേൽ അധീശത്വം സ്ഥാപിക്കുകയും അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ഒരു ലോകം. പതിറ്റാണ്ടുകളായി ഏറ്റവും വലിയ മനുഷ്യാവകാശ ധ്വംസനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനികളുടെ കഥ ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. ഇസ്രായേൽ എന്ന വാക്ക് ഹീബ്രുവാണ്. ഹീബ്രു ഭാഷയിൽ ഇസ്ര എന്ന് പറഞ്ഞാൽ ദാസൻ എന്നാണ് അർത്ഥം. ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദാസൻ. മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറ്റൊരു പേരായിരുന്നു ഇസ്രായേൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സന്തതി പരമ്പരകളെ ബനു ഇസ്രായേൽ എന്ന് വിളിക്കുന്നത്. പക്ഷെ ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് ഇന്ന് ദൈവദാസനല്ല, പിശാചിന്റെ ദാസനല്ല, സാക്ഷാൽ പിശാച് തന്നെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സഹസ്രാബ്ദങ്ങളിലൂടെ ചരിത്രം സഞ്ചരിച്ചപ്പോൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായം ഏറ്റവും അടിച്ചമർത്തപ്പെട്ട വിഭാഗമായിരുന്ന ഈജിപ്തിലെ ബനു ഇസ്രായേൽ, ഖിബ്തികളും ഫറായിന രാജവംശവും കൂടി അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ അധസ്ഥിത വിഭാഗം, ആ വിഭാഗം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ വിമോചനം നേടി. അർസിൽ മഅന ബനി ഇസ്രായേൽ വലാ തുഅസിബുഹും, കാലങ്ങളായി അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അബല ജനവിഭാഗത്തെ എന്നോടൊപ്പം വിട്ടുതരണം. ഫിറഔൻ താങ്കൾക്കവരെ അടിച്ചമർത്താൻ അവകാശമില്ല. ഖിബ്തികളുടെ വിറകുവെട്ടികളും വെള്ളംകോരികളുമായി ജീവിക്കേണ്ടവരല്ല ഈ സമുദായം. അതുകൊണ്ട് അർസിൽ മഅന ബനി ഇസ്രായേൽ, അവരെന്നോടൊപ്പം വിട്ടുതരണം എന്ന് ചരിത്രം കണ്ട ഏറ്റവും വലിയ വിമോചകനായ ഒരു പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി ഖുർആനിൽ നമ്മൾ വായിക്കുകയാണ്. അങ്ങനെ വിമോചനം നേടിയ ഇസ്രായേൽ സമൂഹം അവര് നൂറ്റാണ്ടുകളിലൂടെ സഹസ്രാബ്ദങ്ങളിലൂടെ ചരിത്രം സഞ്ചരിച്ച് ഒരു ചക്രം പൂർത്തിയായപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പീഡകരും ചൂഷകരുമായി മാറിയതിന്റെ ദൃശ്യമാണ് നമ്മൾ പശ്ചിമേഷ്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനിച്ച നാട്ടിൽ ജീവിക്കാനോ സ്വൈരമായി മുമ്പോട്ട് പോകാനോ അവകാശമില്ലാതെ ആട്ടിപ്പുറത്താക്കപ്പെട്ട് ലോകത്ത് അഭയാർത്ഥികളായി ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ ജീവിക്കേണ്ടി വരുന്ന ദുരവസ്ഥ, ഏറ്റവും വലിയ രാഷ്ട്രീയ ചൂഷണം. അവിടെ തുടങ്ങി ഏറ്റവും താഴേത്തട്ടിൽ വരെ ഈ രാഷ്ട്രീയ ചൂഷണത്തിന് നമ്മൾ വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഭരണകൂട ഭീകരതകൾ, അതിനു പുറമെ രാഷ്ട്രീയ കക്ഷികൾ ജനങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒരുപിടി ദൃശ്യങ്ങൾ.
ലോകത്തിലെ ഏറ്റവും വലിയ ചൂഷണം രാഷ്ട്രീയ ചൂഷണമാണ്. അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ലോകത്തെ ഭരണകൂടങ്ങളാണ്, രാഷ്ട്രീയ കക്ഷികളാണ്, നേതാക്കളാണ്. വിശദീകരിക്കുന്നില്ല, സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നു. സാമ്പത്തിക ചൂഷണങ്ങൾ, ഏതാണ്ട് എല്ലാവരും ഈ സാമ്പത്തിക ചൂഷണത്തിന് വിധേയരാണ്, സാധാരണക്കാരായ മുഴുവൻ മനുഷ്യരും. അതിന്റെ ഏറ്റവും ഉയർന്ന രൂപം ഒരുപക്ഷെ അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ആഗോള സാമ്പത്തിക ഏജൻസികളായിരിക്കാം, അല്ലെങ്കിൽ ലോക വ്യാപാര കുത്തകകളായിരിക്കാം. മഹാഭൂരിപക്ഷം വരുന്ന ജനത അതിന് വിധേയമായിക്കൊണ്ടിരിക്കും. എന്റെ വീടിന്റെ തൊട്ടു മുമ്പിലുള്ള കടയിൽ ഒരു തീപ്പെട്ടി വാങ്ങാൻ ഞാൻ ചെന്നാൽ അവിടെ ഞാൻ ഈ സാമ്പത്തിക ചൂഷണത്തിന്റെ ഇരയാണ്. അവിടെ മുതൽ ഭരണകൂടങ്ങളെ വിലക്കെടുത്ത് കൊണ്ടുവരെ ഇപ്പോൾ ഒബാമ വരാൻ പോവുകയാണ്. ഒബാമ വരുന്നത് നമ്മളോടുള്ള സ്നേഹം പ്രഖ്യാപിക്കാൻ വേണ്ടിയൊന്നുമല്ല, അതൊക്കെ പ്രഖ്യാപിക്കും ചിലപ്പോൾ. പക്ഷെ അതിന്റെ പിന്നിൽ അല്ലെങ്കിൽ അതിന്റെ അടിയുടെ അടിയിലുള്ളത് യഥാർത്ഥത്തിൽ സാമ്പത്തിക താൽപര്യങ്ങളാണ്. അമേരിക്കയുടെ ആയുധ കമ്പനികൾക്ക് നിർബാധം ആയുധം വിറ്റഴിക്കാൻ ഏഷ്യ പോലുള്ള വൻകരകളിലെ ദരിദ്ര രാജ്യങ്ങൾ, മൂന്നാം ലോക നാലാം ലോക രാജ്യങ്ങൾ തയ്യാറായാലേ അവിടെ ആയുധ കച്ചവടം കൊഴുക്കും. ആ ആയുധ കച്ചവടത്തിലാണ് അമേരിക്കൻ സാമ്പത്തികത നിലനിൽക്കുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഏറ്റവും വലിയ സാമ്പത്തിക ചൂഷണം, ആ ചൂഷണത്തിന് വിധേയരാണ് മനുഷ്യ വംശത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും. ആത്മീയ ചൂഷണങ്ങൾ, ആത്മീയ മതകീയ ചൂഷണങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് പൗരോഹിത്യമാണ്. എല്ലാ മതങ്ങളിലെയും പൗരോഹിത്യം വിശ്വാസങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് തങ്ങളുടെ കീശ വീർപ്പിക്കാൻ ശ്രമിക്കുന്ന പുരോഹിതന്മാരും മതപണ്ഡിതന്മാരും. വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഈ അർത്ഥത്തിൽ ചൂഷണങ്ങളുടെ ഒരു ലോകമായി ഉടമസ്ഥനായ റബ്ബ് നീതിയിൽ പടച്ച ഈ ലോകം മാറിപ്പോയിരിക്കുന്നു എന്ന് നമ്മൾ അറിയണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അടിസ്ഥാനപരമായി ഉടമസ്ഥനായ റബ്ബിന്റെ പ്രതിനിധിയായി ഭൂമുഖത്തേക്ക് വന്ന മനുഷ്യൻ തന്റെ നിലപാട് മറന്നുപോവുകയും അവൻ സ്വയം ഉടമസ്ഥനായി ചമയുകയും പ്രതിനിധിയെന്ന അവന്റെ സ്ഥാനം അവൻ മറന്നുപോവുകയും അവൻ ഉടമയായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു ശൈലി സ്വീകരിച്ചതുകൊണ്ടാണ്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സാധുവായ മനുഷ്യന്റെ ഭക്ഷണപാത്രത്തിൽ കൈയിട്ട് വാരി തിന്നാനുള്ള മനുഷ്യന്റെ പ്രവണത. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. കസബ, അന്യായമായി സമ്പാദിക്കുക, തനിക്ക് അർഹതയില്ലാത്തതിനു വേണ്ടി പണിയെടുക്കുക, അവരെന്റേതുകൂടി തന്റേതാക്കി മാറ്റാനുള്ള മനുഷ്യന്റെ പ്രവണത. ഈ പ്രവണതയാണ് ലോകത്ത് കരയിലും കടലിലും ഫസാദുകൾ, കുഴപ്പങ്ങൾ, സംഘർഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അസന്തുലിതത്വങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ചൂഷിതരുടെ നിലവിളികൾ, മർദ്ദിതരുടെ ദീനരോധനങ്ങൾ, പീഡിതരുടെ വിലാപങ്ങൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അത് ഉദ്ധരിച്ചല്ലോ. റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ വജഅൽ ലനാ മിൻ ലദുൻക വലിയൻ വജഅൽ ലനാ മിൻ ലദുൻക നസീറ. രക്ഷിതാവേ, അധർമ്മികൾ വാഴുന്ന ഈ ലോകം, ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് നിന്നിൽ നിന്നൊരു രക്ഷകനെ തരണം, നിന്നിൽ നിന്നൊരു സഹായം ഞങ്ങൾക്ക് തരണം. പടച്ചവനെ, ഞങ്ങളെ ഈ പ്രതിസന്ധിയിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ദുർബല വിഭാഗങ്ങൾ, കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, വൃദ്ധന്മാർ, വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ ആർത്തനാദങ്ങളാണ് ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നും എല്ലാ രാജ്യങ്ങളിൽ നിന്നും നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ദീനരോധനങ്ങൾ ആരും കേൾക്കുന്നില്ല, അഥവാ കേട്ടതായി ആരും ഭാവിക്കുന്നില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിധേയരാണ്. എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിധേയരാണ്. നേരത്തെ പറഞ്ഞ ചൂഷക മുന്നണിയുടെ വിധേയരാണ് എല്ലാവരും. ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ അധികാരികൾ, അധികാരിവർഗം, വ്യാപാരികൾ അഥവാ സാമ്പത്തിക ശക്തികൾ, സമ്പന്ന വിഭാഗം,
മൂന്നാമത്തത് പൗരോഹിത്യം. ഈ മൂന്ന് വിഭാഗങ്ങൾ, അധികാരിവർഗത്തിന്റെയും സാമ്പത്തിക ശക്തികളുടെയും പൗരോഹിത്യത്തിന്റെയും ഈ മുക്കൂട്ടുമുന്നണിയുടെ വിധേയരാണ് ഒരു തരത്തിലല്ലെങ്കിൽ എല്ലാവരും. ആ ശക്തികൾ പ്രലോഭനം വെച്ച് നീട്ടുമ്പോൾ അതിൽ വീഴാത്തവർ വളരെ വിരളമായിരിക്കും. ആ ശക്തികൾ പ്രകോപിപ്പിക്കുമ്പോൾ ആ പ്രകോപനത്തിൽ പേടിക്കാത്തവരും വളരെ വിരളമായിരിക്കും. പ്രലോഭനങ്ങൾ, ഇതാണ് ഏത് കാലഘട്ടത്തിലും ഈ ശക്തികൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തുറുപ്പുചീട്ട്. നക്കിക്കൊല്ല എന്ന് വേണമെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറയാം. പ്രലോഭനം. അപ്പൊ നിങ്ങൾ വോട്ട് ചെയ്യൂലേ, ഒരു ചാഞ്ചാട്ടമുണ്ട്. അപ്പോൾ നിങ്ങൾ വോട്ടെടുപ്പിന്റെ തലേന്ന് രാത്രി നിങ്ങൾക്കൊരു കുപ്പി മദ്യമാണോ വേണ്ടത്? 1000 ഉറുപ്പികയാണോ 10,000 ഉറുപ്പികയാണോ വേണ്ടത്? ശരി, ഈ വാർഡിൽ എത്ര ആളുകൾക്കത് വേണം? ഇത്ര ആളുകൾക്ക് വേണം. ശരി, ഞങ്ങൾ എത്തിച്ചു തരാം. ഇതാണ് പ്രലോഭനം എന്ന് പറയുന്നത്. പ്രലോഭനത്തിന്റെ ഏറ്റവും ചെറിയ ഒരു രൂപം. ഈ പ്രലോഭനമാണ് നേരത്തെ പറഞ്ഞ മുക്കൂട്ടുമുന്നണിയുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. ആ പ്രലോഭനത്തിൽ പണ്ഡിതന്മാർ വീണുപോകും, പ്രബോധകന്മാർ വീണുപോകും, ആത്മാർത്ഥതയുള്ള നേതാക്കന്മാർ വീണുപോകും, ജനസേവനത്തിന് ഇറങ്ങിത്തിരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വീണുപോകും. അതാണ് ലോകത്ത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്, പ്രലോഭനത്തിന്റെ രാഷ്ട്രീയം. പ്രലോഭനത്തിലും നിൽക്കാത്തവരെ പ്രകോപനത്തിലൂടെ കീഴടക്കും. അതിലും വീണുപോകും ഏതാണ്ട് മിക്ക ആളുകളും. ഇത്തരമൊരു ദുരന്തകാലത്ത് നീതിയുടെ ശബ്ദമായി മാറേണ്ട, അല്ലെങ്കിൽ തീതാവുകളായി മാറേണ്ട ഉലമാ അഥവാ മതപ്രബോധകന്മാരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ പോലും ഇന്ന് നിശബ്ദരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആർത്തനാദങ്ങൾ, നിലവിളികൾ, അവകാശം നിഷേധിക്കപ്പെട്ട അധസ്ഥിത അബല വിഭാഗങ്ങളുടെ നിലവിളികൾ അവരുടെ കാതുകളിൽ ബധിരകർണങ്ങളിൽ പതിക്കുന്നത് പോലെ അവർ നിശബ്ദരായി, അതിനോട് പ്രതികരിക്കാത്തവരായി, നിഷ്ക്രിയരായി മാറും. കാരണം പണ്ഡിതനും വേണം പണം, പണ്ഡിതനും വേണം സുഖം, പണ്ഡിതനും വേണം കാറുകൾ, പണ്ഡിതനും വേണം കൊട്ടാരങ്ങൾ. അതുകൊണ്ട് അവൻ നിശബ്ദനായി മാറുകയാണ്. മഹാനായ ഇമാം, മദ്ഹബിന്റെ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ഒരു കഥയുണ്ട്. കഥയല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം. ആ കാലഘട്ടത്തിൽ വളരെ അപ്രസക്തമായിട്ടുള്ള കർമ്മശാസ്ത്ര വിഷയങ്ങൾ, വിശ്വാസ തർക്കങ്ങൾ ധാരാളമായി നടന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ജീവിക്കുന്നത്. ഖുർആൻ എന്ന് പറയുന്നത് സൃഷ്ടിയാണോ അതോ അള്ളാഹുവിന്റെ വചനമാണോ? ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു വിവാദമായിരുന്നു. മതപണ്ഡിതന്മാർ നടത്തിയ അർത്ഥശൂന്യമായ വിവാദം. ആ വിവാദത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉന്നതമായ വീക്ഷണം, ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കലാമാണ്. സൃഷ്ടിവാദികളെ സംവാദങ്ങളിൽ നേരിട്ടുകൊണ്ടിരുന്ന മഹാന്മാരായ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ, ആക്ടിം ഖലീഫ ഒരു ദിവസം ഈ പണ്ഡിതന്മാരുടെ യോഗം വിളിച്ചു കൂട്ടുകയാണ്. അങ്ങനെ ഇവർ സംവാദം നടത്തുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ആക്ടിംഗ് ഖലീഫ ഒരു കത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് അധികാരികളിൽ നിന്നുള്ള നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കത്താണ്. കത്തിന്റെ ഉള്ളടക്കം ഞാൻ പറയാം. ഖുർആൻ എന്ന് പറയുന്നത് സൃഷ്ടിയാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ, അങ്ങനെ സമ്മതിക്കാത്ത മുഴുവൻ പേരെയും കൊന്നുകളയണം എന്നാണ് ഈ കത്തിന്റെ ഉള്ളടക്കം. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഖുർആൻ സൃഷ്ടിയാണോ കലാമാണോ? കൂടിയിരുന്ന പണ്ഡിതന്മാരിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയും അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന മുഹമ്മദ് ബിൻ നൂഹും, യുവാവായിരുന്ന ശിഷ്യൻ മുഹമ്മദ് ബിൻ നൂഹും ഒഴിച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഇതാണ് പ്രകോപനം എന്ന് പറയുന്നത്, ഇതാണ് ഭീഷണി എന്ന് പറയുന്നത്, ഇതാണ് ഗുണ്ടായിസം, ഇതാണ് ഈ വിഭാഗം എല്ലാ കാലഘട്ടങ്ങളിലും എടുക്കുന്ന പ്രലോഭനത്തിൽ വീഴാത്തവരെ വീഴ്ത്താൻ വേണ്ടി എടുക്കുന്ന അടവ് എന്ന് പറയുന്നു. ലഉഖത്തിഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫ് വലഉസല്ലിബന്നകും ഫി ജുദൂഇൻ നഖൽ. നിങ്ങളുടെ കാലും കൈയും പരസ്പര വിരുദ്ധമായി മുറിക്കാൻ പോവുകയാണ്. എന്നിട്ട് മരക്കുരിശിൽ നിങ്ങളെ തറച്ചു കൊല്ലും.
എന്നാണല്ലോ ഫിറഔൻ പണ്ട് പറഞ്ഞത്. ഈ പ്രകോപനത്തിന്റെ രാഷ്ട്രീയവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വിശ്വാസികൾ പോലും അതുകൊണ്ട് നിശബ്ദരാണ്. വിശ്വാസി സമാജങ്ങളിൽ ഈ അനീതികൾക്കെതിരെ, ഈ അധർമ്മങ്ങൾക്കെതിരെ മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതിഅ ബിലിസാനിഹി ഫഇൻ ലം യസ്തതിഅ ബിഖൽബിഹി ഫദാലിക അദ്അഫുൽ ഈമാൻ. അധർമ്മം കണ്ടാൽ, അനീതി കണ്ടാൽ, നീതിയുടെ എതിർശബ്ദമായ ചൂഷണം നിങ്ങൾ കണ്ടാൽ അതിനെതിരിൽ നിങ്ങൾ കൈകൊണ്ട് പ്രതികരിക്കണം. ശക്തി ഉപയോഗിച്ച് അതിനെ നേരിടണം. അതിന് സാധ്യമല്ലെങ്കിലോ നിങ്ങളുടെ നാവിനെ നിങ്ങൾ ഒരു വാളായി ഉപയോഗിക്കണം. അതിനും സാധിക്കാത്ത ഒരു സാഹചര്യം വന്നാലോ ഹൃദയം കൊണ്ടെങ്കിലും അതിനോടൊരു രോഷം, ഒരു അമർഷം, ഒരു പ്രതിഷേധം രേഖപ്പെടുത്തണം. അതുപോലുമില്ലെങ്കിൽ ഈമാനിന്റെ ഒരു ഹൃദയസ്പന്ദനം പോലും നിങ്ങൾക്കില്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസികളുടെ സമാജം പോലും സ്വന്തം പ്രദേശത്തോ രാജ്യത്തോ ദേശത്തോ ലോകത്തോ നടക്കുന്ന അനീതികൾക്കും അധർമ്മങ്ങൾക്കുമെതിരിൽ നിശബ്ദരായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പീഡികളാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെയും അദ്ദേഹത്തിന്റെ ശിഷ്യനെയും ആക്ടിംഗ് ഖലീഫ എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്കറിയാമോ? ആ രാജ്യത്തെ ഏറ്റവും മഹാന്മാരായ ആ രണ്ട് വ്യക്തികളെ രാജ്യത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റേ ദിക്ക് വരെ കയ്യിൽ വിലങ്ങണിയിച്ചുകൊണ്ട് ഒട്ടകപ്പുറത്തിരുത്തി കൊലപ്പുള്ളികളെപ്പോലെ അവഹേളിച്ചുകൊണ്ട്, അപമാനിച്ചുകൊണ്ട് കൊണ്ടുപോവുകയുണ്ടായി. 2.5 വർഷക്കാലം മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ജയിലിലിട്ട് പീഡിപ്പിക്കുകയുണ്ടായി. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊക്കെ ഭയന്നുകൊണ്ടായിരിക്കണം ജനം നിശബ്ദരായി മാറുന്നത്, മൗനികളായി മാറുന്നത്. കലിമത്തു അദ്ലിൻ ഇൻദ സുൽത്താനിൻ ജായിർ. അധർമ്മിയായ അധികാരിയുടെ മുമ്പിൽ നീതിയുടെ വാക്കാവുക എന്ന വിശ്വാസത്തിന്റെ ശൈലി വിട്ടുകൊണ്ട് നിശബ്ദതയുടെ മൗനത്തിന്റെ മാളങ്ങളിൽ ഒളിക്കുന്നത്. പക്ഷേ ഈ നീതിക്ക് വേണ്ടി ഉയരുന്ന ചില ശബ്ദങ്ങൾ നമ്മുടെ ചുറ്റുപാടും നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷേ വിശ്വാസി സമാജങ്ങളിൽ നിന്ന് പോലുമല്ല, പക്ഷെ നമ്മൾ കാണേണ്ടതാണ്, കണ്ണു തുറന്ന് കാണേണ്ടതും അഭിനന്ദിക്കേണ്ടതുമാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു ശൈലിയുണ്ടല്ലോ, മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ അഹദുല്ലാഹി അലൈഹി. അള്ളാഹുവിനോട് കരാർ ചെയ്ത ചില ആണുങ്ങളുണ്ട്. ഖുർആനിന്റെ അത്യപൂർവമായ ഒരു പ്രയോഗം, മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ അഹദുല്ലാഹി അലൈഹി. അള്ളാഹുവിനോട് വാഗ്ദത്തം ചെയ്ത ചില ആണുങ്ങളുണ്ട്, മുഅ്മിനുകളിൽ ചില ആണുങ്ങളുണ്ട് എന്ന ഖുർആന്റെ പ്രയോഗത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ചില പെണ്ണുങ്ങളുണ്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ. അവർ അനീതികൾക്കെതിരെ, അധർമ്മങ്ങൾക്കെതിരെ, ചൂഷിതരും മർദ്ദിതരും പീഡിതരുമായ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നത് നമ്മൾ കാണും. അത് നമ്മൾ വില കുറച്ചൊന്നും കാണേണ്ടതില്ല. അവർ വിശ്വാസ സമാജത്തിന്റെ ഭാഗമല്ലാത്തത് കൊണ്ടൊന്നും അത് വില കുറച്ച് കാണേണ്ടതില്ല. യൂറോപ്പിലെ ഒരു പെണ്ണ്, ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്രയേൽ അതിക്രൂരമായി ഫലസ്തീനിലെ ജനതയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പാവപ്പെട്ട ഫലസ്തീനിയുടെ വീട്ടിലേക്ക് ബുൾഡോസർ കയറ്റി നശിപ്പിക്കാൻ വരുമ്പോൾ അവർ നാവുകൊണ്ട് പ്രതികരിച്ചു, ആരും ഗൗനിച്ചില്ല. മനുഷ്യാവകാശ പ്രവർത്തകയായ റേച്ചൽ കോറി എന്ന് പറയുന്ന ആ ധീരയായ സഹോദരി അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സ്വന്തം നാട്ടുകാർ പിന്തുണക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം രാജ്യം ഏത് ഇസ്രയേലിന്റെ കൂടെയാണോ നിൽക്കുന്ന ആ ഇസ്രയേലിന്റെ ബുൾഡോസറിന്റെ മുമ്പിൽ ധൈര്യപൂർവ്വം തന്റെ ഇടത്തോടുകൂടി ഉറച്ചു നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയുണ്ടായി. സംഭവിച്ചതെന്ത് എന്ന് നമുക്കറിയാം. അവർ രക്തസാക്ഷിയായി, അവർ കൊല്ലപ്പെട്ടു. മർദ്ദകരുടെ വാഹനങ്ങളിൽ ബുൾഡോസർ കയറ്റി കൊന്നുകളഞ്ഞ റേച്ചൽ കോറി എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ പെണ്ണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ചില ആണുങ്ങളുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ മർദ്ദിതരും ചൂഷിതരുമായ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകരായ ചില ആളുകൾ. മണിപ്പൂരിലൊരു പെണ്ണുണ്ട്, നിങ്ങൾ പത്രങ്ങളിലൂടെ വായിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ മണിപ്പൂരിലെ ജെയിൻ ആശുപത്രിയിലെ വാർഡിൽ കഴിയുന്ന ഈറോം ചാനു ശർമിള എന്ന് പറയുന്ന ഒരു സ്ത്രീ തന്റെ മുമ്പിൽ അധർമ്മം കണ്ടപ്പോൾ ആ അധർമ്മത്തിനെതിരിൽ നിരായുധരായ സാധാരണക്കാർക്ക് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ ഇന്നും അവരുടെ സമരം ധാർമ്മികമായി വിജയിച്ചിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയമായി വിജയിച്ചിട്ടില്ല.
2000 നവംബർ 2 ഇംഫാലിലെ എയർപോർട്ടിന് സമീപം ജനങ്ങളെ ക്രൂരമായി വെടിവെച്ചു കൊല്ലുന്ന അസം റൈഫിൾസ് എന്ന് പറയുന്ന പട്ടാളക്കാരുടെ ക്രൂരമായ വെടിയുണ്ടയേറ്റ് 10 മനുഷ്യജീവനുകൾ പൊലിയുന്നത് നേരിൽ കണ്ടപ്പോഴാണ് ഇർവം ശർമിള അതിനെതിരിൽ പ്രതികരിച്ചത്. രാജ്യത്ത് നിലനിൽക്കുന്ന മനുഷ്യവിരുദ്ധമായ നിയമങ്ങൾക്കെതിരെ 1958 മുതൽ അവിടെ നടപ്പിലാക്കി വരുന്ന സൈനികർക്ക് കൊടുത്ത പ്രത്യേകാധികാര നിയമത്തിനെതിരിൽ നിരാഹാരമനുഷ്ഠിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന ഒരു സ്ത്രീ 10 കൊല്ലമായി അവർ ആഹാരം കഴിച്ചു. ഇതിനെതിരിൽ പ്രതിഷേധിച്ചുകൊണ്ട് സമാധാനപരമായ സമരത്തിന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് ഇപ്പോഴും മണിപ്പൂരിലെ JN ആശുപത്രി വാർഡിൽ കഴിയുന്ന 10 കൊല്ലമായി നിരാഹാരമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ. ഇക്കഴിഞ്ഞ ആഴ്ച നമ്മൾ പത്രങ്ങളിൽ വായിച്ചല്ലോ, ഡൽഹിയിൽ അരുന്ധതി റോയ് എന്ന് പറയുന്ന എഴുത്തുകാരി കശ്മീരിനെ സംബന്ധിച്ച ഒരു സെമിനാറിൽ സംബന്ധിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയുണ്ടായി. അഭിപ്രായങ്ങളോട് നമുക്ക് യോജിക്കാം വിയോജിക്കാം, അതൊക്കെ വേറൊരു വിഷയം. ഞാൻ സൂചിപ്പിക്കുന്നത് അപ്രിയകരമാണെങ്കിലും സത്യം തുറന്നു പറയാനുള്ള കലിമത്തു അദ്ലിൻ ഇൻ ദ സുൽത്താനിൻ ജായിർ. അധർമ്മിയായ അധികാരിയുടെ മുമ്പിൽ നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സ്വന്തം നിലപാടുകൾ ഉറക്കെ പറയാനുള്ള ഈ തന്റെ ഇടമുണ്ടല്ലോ, വിശ്വാസികൾ കാണിക്കേണ്ട തന്റെ ഇടം, വിശ്വാസി സമാജങ്ങളിൽ നിന്ന് കാണാത്ത ഒരു തന്റെ ഇടം. അവരുടെ വീക്ഷണങ്ങളോ അതിന്റെ വിശദാംശങ്ങളിലേക്കോ അല്ല ഞാൻ പോകുന്നത്. കശ്മീരിലെ ജനത, മഹാഭൂരിപക്ഷം വരുന്ന അവിടുത്തെ മുസ്ലിം ജനവിഭാഗം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന സത്യം. സുരക്ഷാസേന, ഇന്ത്യൻ ഭരണകൂടം നിയോഗിച്ച സുരക്ഷാസേന സുരക്ഷ ഒഴിച്ച് ബാക്കി പലതും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഷോപ്പിയാനിൽ നടന്ന ബലാത്സംഗത്തിന്റെ, മാനഭംഗത്തിന്റെ വൃത്തികെട്ട കഥകൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. 7 കശ്മീരികൾക്കൊരു പട്ടാളക്കാരൻ എന്ന നിലക്കാണ് അവിടെ സൈന്യത്തിന്റെ എണ്ണം. 7 കശ്മീരികൾക്ക് ഒരു പട്ടാളക്കാരൻ. അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവര് വളരെ ക്രൂരമായ രീതിയിൽ കശ്മീരിലെ സഹോദരിമാരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവർ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ. കഴിഞ്ഞ ഒരൊറ്റ വർഷം 60 കശ്മീരി യുവാക്കളാണ് പട്ടാളക്കാരാൽ വധിക്കപ്പെട്ടത്. ഇന്ത്യൻ ഭരണകൂടം കശ്മീരി ജനതയ്ക്ക് ഉറപ്പുകൊടുത്ത ജനഹിതം എന്ന് പറയുന്ന ജനഹിത പരിശോധന ഇന്നും ആ സമൂഹത്തോട് നീതി പാലിച്ചിട്ടില്ല. ഇതൊക്കെ ആ സ്ത്രീ തുറന്നു പറഞ്ഞു. വമ്പിച്ച വിവാദമായി. ദേശസ്നേഹം മാറിയിട്ട് ദേശീയത എന്ന് പറയുന്നത് ഒരുതരം ജ്വരമായി, രോഗമായി മാറിയിട്ടുള്ള ഇന്ത്യയിലെ ഹിംസാത്മക വർഗീയ ശക്തികൾ, ഫാഷിസ്റ്റ് ശക്തികൾ അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. പക്ഷെ ഭരണകൂടം വിവേകപൂർണമായ നിലപാടാണ് സ്വീകരിച്ചത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്തരം ചില പെണ്ണുകൾ, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹ അലൈഹി എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ നമ്മുടെ പൊതുസമൂഹത്തിൽ ചില പെണ്ണുങ്ങളെങ്കിലും ഉണ്ട്. ആ സ്ത്രീകൾ ഈ നീതിയുടെ വാക്ക്, സത്യത്തിന്റെ വാക്ക് അധികാരികളുടെ, ഭരണകൂടങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാനുള്ള ആർജവമുള്ള നേതാക്കന്മാർ നമ്മൾ ആലോചിച്ചു നോക്കൂ. അഹ്മദ് ബിൻ ഹംബലിന്റെ ഈ സമുദായത്തിൽ എത്രയോ ചുരുക്കമാണ്. ബാബരി പള്ളി തകർന്ന കാലത്തെ ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. അന്ന് ആ സംഗതിക്ക് ഉത്തരവാദിയായ, പ്രത്യക്ഷത്തിൽ അല്ലെങ്കിലും പരോക്ഷത്തിൽ നേർക്കുനേരെ ഉത്തരവാദിയായ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്താൻ വേണ്ടി മുസ്ലിങ്ങളുടെ ഒരു സംഘം പോവുകയാണ്. മുസ്ലിം നേതാക്കളുടെ ഒരു സംഘം. ആ സംഘത്തിൽ മഹാനായ മർഹൂം ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് ഉണ്ടായിരുന്നു. ഞാൻ ഏതെങ്കിലും കക്ഷിയെ സംബന്ധിച്ചോ നേതാക്കളെ സംബന്ധിച്ചോ പരാമർശിക്കുകയല്ല. കലിമത്തു അദ്ലിൻ ഇൻ ദ സുൽത്താനിൻ ജായിർ. അധർമ്മിയായ അധികാരിയുടെ മുമ്പിൽ നീതിയുടെ വാക്ക് പറയാനുള്ള ആർജവവും തന്റെ ഇടവും. അദ്ദേഹം പറഞ്ഞു, യു ഹാവ് ചീറ്റഡ് ദി നേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പൊട്ടിത്തെറിച്ച ഒരു അനുഭവം അന്ന് മാധ്യമങ്ങളിൽ വരികയുണ്ടായി. നിങ്ങൾ സത്യത്തിൽ രാജ്യത്തെ ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ് ചെയ്തത്. ആ ചരിത്ര സ്മാരകം നിങ്ങളുടെ ഭാഷയിൽ പള്ളിയല്ലെങ്കിലും 100-400 വർഷക്കാലം സത്യവിശ്വാസികൾ സുജൂദ് ചെയ്ത ആ ആരാധനാലയം, അതേ ഒരു പോറൽ പോലും ഏൽക്കുകയില്ല എന്ന് രാജ്യത്തിന്, ഈ മഹാരാജ്യത്തിന് ഉറപ്പ് കൊടുത്ത താങ്കൾ ഈ രാജ്യത്തെയും ജനതയെയും ചതിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ഈ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോവുകയാണ് വേണ്ടതെന്ന് മുഖത്തടിച്ചതുപോലെ കൂടെ ഉണ്ടായിരുന്ന ആളിലൊക്കെ അത്ഭുതപ്പെട്ടു പോയിന്ന ഇതൊരാർജവമാണ്. കലിമത്തു അദ്ലിൻ ഇൻ ദ സുൽത്താനിൻ ജായിർ.
വിശ്വാസി സമാജങ്ങളിൽ നിന്ന് പോലും ഈ പ്രതികരണശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നീതിക്ക് വേണ്ടിയുള്ള ശബ്ദം, സത്യത്തിന് വേണ്ടിയും ധർമ്മത്തിന് വേണ്ടിയുമുള്ള ശബ്ദം, ചൂഷിതരും നിരാലംബരുമായ സമൂഹത്തോടുള്ള അനുതാപം, സ്നേഹം, ഇത് വിശ്വാസി സമാജത്തിന്റെ മുഖമുദ്രയായി മാറേണ്ടതുണ്ട്. കഷ്ടപ്പെടുന്ന മനുഷ്യരോടുള്ള, അവരുടെ കണ്ണീരിനോടുള്ള ഒരു സ്നേഹം. ഫലഖ്തഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫഖു റഖബത്തിൻ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്റബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്റബ. വിശുദ്ധ ഖുർആൻ. അവര് പിന്നെ കൊന്നുകയറാൻ സന്നദ്ധമായില്ല, അവര് ഗിരിമാർഗം സ്വീകരിച്ചില്ല. ഒരു വിശ്വാസി നയിക്കുന്ന വിശ്വാസിയുടെ ജീവിതത്തെ സംബന്ധിച്ചാണ് ഖുർആൻ പറയുന്നത്. എന്താണ് ആ ഗിരിമാർഗം എന്നറിയുമോ? വിശ്വാസിയുടെ ജീവിതം എന്നറിയുമോ? ഫക്കു റഖബ, പിരടിയെ മോചിപ്പിക്കുക. മറ്റുള്ളവരുടെ നുകത്തിൻ കീഴിൽ ഞെരിഞ്ഞമർന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കുക. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്റബ, വിശപ്പിന്റെ ദിവസം, പട്ടിണി ദിവസം ആ സാധുക്കൾക്ക് അന്നം കൊടുക്കുക. മണ്ണിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അവരെ സഹായിക്കുക. ഇതാണ് വിശ്വാസിയുടെ ജീവിതം എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, ആ ഒരു കനിവിന്റെ, ആർദ്രതയുടെ ഒരു മനസ്സ് വിശ്വാസി സമാജത്തിന് കൈമോശം വന്നുവോ എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു സന്ദർഭമാണ്. അവർ നീതിയുടെ ശബ്ദമായി മാറേണ്ടതുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജിന് പോവുകയായിരുന്നു. ഹജ്ജിന് പോകുമ്പോൾ ഒരിടത്ത് വെച്ച് ഒരു വഴിയരികിൽ കുപ്പത്തൊട്ടിയിൽ പരതുന്ന ഒരു യുവതിയെ കാണുകയാണ്. കൂടെ ഒരു പയ്യനുമുണ്ട്. ആ കുപ്പത്തൊട്ടിയിൽ നിന്ന് ഒരു ചത്ത പക്ഷിയെടുത്ത് വേഗം പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരിയായ സ്ത്രീ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് ചോദിച്ചു, എന്താണ് സംഭവം? അവർ പറഞ്ഞു, ഞാനും എന്റെ കുടുംബവും പട്ടിണിയിലാണ്, 3 ദിവസമായി ശവം ഞങ്ങൾക്ക് ഹലാലായിട്ട് എന്ന സ്ത്രീ അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിനോട് പറയുകയാണ്. 3 ദിവസമായി ശവം ഞങ്ങൾക്ക് കാരണം അത്രമാത്രം എന്റെ ഉപ്പക്ക് സമ്പത്തുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സമ്പത്ത് ചിലർ തട്ടിയെടുത്തു. എന്നിട്ട് ഞങ്ങളെ പീഡിപ്പിച്ചു, ഇറക്കിവിട്ടു, ഞങ്ങൾ പട്ടിണിയിലാണ്, കഷ്ടപ്പാടുകളിലാണ് എന്ന് പറയുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജിന് പോകുന്ന വഴിയിൽ അദ്ദേഹം തന്റെ ഖാദിമിനോട് ചോദിച്ചു, ഭൃത്യനോട് ചോദിച്ചു, നിന്റെ കയ്യിൽ ഇപ്പോൾ പണം എത്രയുണ്ട്? അദ്ദേഹം പറഞ്ഞു, 1000 ദീനാറുണ്ട്. അതിലൊരു 20 ദീനാറ് മാറ്റിവെക്കാം, നമുക്ക് നാട്ടിൽ തിരിച്ചെത്താൻ അത് മതിയാകുമല്ലോ, ബാക്കി ആ സഹോദരിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വർഷത്തെ നമ്മുടെ ഹജ്ജിനേക്കാൾ പുണ്യമുള്ളത് ഈ സ്വതക്കയാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി തിരിച്ചുപോയിട്ടുണ്ട്. ഫലഖ്തഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബത്തിൻ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്റബ. നീതിക്ക് വേണ്ടി, കാരുണ്യത്തിന് വേണ്ടി, അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന് വേണ്ടി ഉയർന്നു നിൽക്കുന്നവരാകണം വിശ്വാസികളുടെ സമാജം എന്നർത്ഥം. ഞാൻ അവസാനിപ്പിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു, അല്ലാഹുവിന്റെ ആധിപത്യം അംഗീകരിച്ചവരെ, കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്, നിങ്ങൾ നീതിയുടെ കൊടിവാഹകരായി മാറണം, ഖവ്വാമുകളായി മാറണം, നീതിയുടെ ധ്വജവാഹകരായി മാറണം. ശുഹദാഅ ലില്ലാഹ്, അല്ലാഹുവിന് സാക്ഷികളായി. വലൗ അലാ അൻഫുസിക്കും, ആ നീതി എന്ന് പറയുന്നത് നിങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരിലാണെങ്കിലും, അവൽ വാലിദൈൻ, മാതാപിതാക്കളുടെ താല്പര്യങ്ങൾക്കെതിരാണെങ്കിലും, വൽ അഖ്റബീൻ, നിങ്ങളുടെ അടുത്തവർക്കെതിരാണെങ്കിലും നിങ്ങൾ നീതിയുടെ മാർഗത്തിൽ നിലകൊള്ളണം. ഇയ്യകുൻ ഗനിയ്യൻ ഔ ഫഖീറൻ ഫല്ലാഹു ഔലാ ബിഹിമ, കക്ഷി ധനികനാവാം, കക്ഷി ദരിദ്രനാവാം, രണ്ടായാലും അവരോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് നിങ്ങളല്ല, അല്ലാഹുവാണ്. അതുകൊണ്ട് ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലു, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്ത് മുമ്പോട്ട് പോയി നീതിയുടെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന, നീതിക്കെതിരായ ഒരു നിലപാടെടുക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും സംജാതമാകരുത്. വൈൻ തൽവു ഔ തുഇരിലു, വസ്തുതകൾ, യാഥാർത്ഥ്യങ്ങൾ വളച്ചൊടിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ, ഈ യഥാർത്ഥ നിലപാടിൽ നിന്ന് തെന്നിമാറാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ, ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ എല്ലാ നിലയും നിലപാടും കർമ്മങ്ങളും നിങ്ങളുടെ ശൈലികളും പെരുമാറ്റങ്ങളും എല്ലാം വളരെ സൂക്ഷ്മമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തുൻ നിസാ 135-ാമത്തെ വചനത്തിൽ
അള്ളാഹു താക്കീത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കുന്ന ശരികളെ ജീവിതം കൊണ്ട് പിന്തുടരാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.